పుయ్యరుగా పన్నీరు గంధము పుయ్యరుగా అందమైన యదునందనుపై కుందరదనలిరమోదక పరిమళ గంధము పుయ్యరుగా గంధము పుయ్యరుగా పన్నీరు గంధము పుయ్యరుగా. ദൈവമേ, ഞാൻ വീണ്ടും പണ്ടത്തെ പോലെ ഡാൻസ് പഠിപ്പിക്കാൻ തുടങ്ങുമോ? നീ എല്ലാം നല്ലതുപോലെ ആക്കി തരണേ. എടാ, ഏതാ പെണ്ണ്? നല്ലൊരു ഭംഗിയുണ്ടല്ലോ കാണാൻ. അതെ, ഏതാ പെണ്ണ്? ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. അതാണ് നമ്മുടെ ഡാൻസ് ക്ലാസ്സിലെ പുതിയ ഡാൻസ് ടീച്ചർ. പിന്നെ അങ്ങോട്ട് വലിയ ചായവൊന്നും വേണ്ട, നമ്മൾ ഉദ്ദേശിക്കുന്ന പെണ്ണല്ല അത്. ഇതല്ല ഡാൻസ് ടീച്ചർ. എന്നായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ പേരെന്നാടാ? അത് അവളുടെ പേര് സീത. ആ, മോള് വന്നോ? അല്ല, അവനെന്തേ രാമു? അത് കൂട്ടുകാരെ കണ്ടപ്പോൾ അവിടെ നിന്നു. അപ്പം എൻ്റെ അടുത്ത് പൊക്കോളാൻ പറഞ്ഞു. അപ്പം എനിക്ക് വഴി അറിയാവുന്നതുകൊണ്ട് ഞാൻ വന്നു. ഓ, ഇവരുള്ള ചീര സ്വഭാവം. കൂട്ടുകാരെ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടെ ഉള്ളവരെ പോയി മറക്കും. ഈ കൊച്ച് ആദ്യമായിട്ട് വന്നതല്ലേ, അപ്പോൾ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കേണ്ട മര്യാദ പോലുമില്ല ഇവന്. അത് സാരമില്ല, ഞാൻ ഇവിടെ എത്തിയല്ലോ. പിന്നെ എനിക്ക് അങ്ങോട്ട് പോയപ്പോൾ ഞാൻ ഇവിടേക്ക് നോക്കിയായിരുന്നു. അപ്പം എനിക്ക് വഴി അറിയാമായിരുന്നല്ലോ, അതുകൊണ്ട് സാരമില്ല. കൊച്ചിനത് കുഴപ്പമില്ലായിരിക്കും, പക്ഷെ എനിക്ക് കുഴപ്പമുണ്ട്. അന്ന് ദേവ് വന്നപ്പോഴും ഇവർ രണ്ടുപേരും എങ്ങോട്ടോ ഏതോ സ്ഥലം കാണാൻ പോകാമെന്നും പറഞ്ഞു പോയി. അവിടെ വെച്ച് ഇവൻ്റെ കൂട്ടുകാരെ കണ്ടു. അവിടെ വെച്ച് ദേവുവിനെ ഇവനിട്ടിട്ട് അവരുടെ കൂടെ പോന്നു. ദേവുവിന് വഴി അറിയില്ലായിരുന്നു. എന്നിട്ട് ദേവു കിച്ചുവിനെ വിളിച്ച് കിച്ചു അവിടെ ചെന്ന് ഇവനെ വിളിച്ചുകൊണ്ട് വന്നത്. ഞാൻ അപ്പോഴേ ഇവന് പറഞ്ഞതാ അച്ഛൻ്റെ അടുത്ത് പറയുമെന്ന്. അവനെൻ്റെ അടുത്ത് കുറേ പറഞ്ഞുകൊണ്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയാണ്ടുണ്ട്. ഈ കാര്യം എന്തായാലും അച്ഛൻ്റെ അടുത്ത് പറയണം. എന്നതായിരുന്നു നന്ദിനി, നീ ഇപ്പോഴേ ആ കൊച്ചിനോട് കടിച്ചു കയറാൻ തുടങ്ങിയാ? നിങ്ങളുടെ മോൻ ഈ കൊച്ചിനല്ലേ ഡാൻസ് ക്ലാസ് കാണിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാ. പിന്നെ ഈ കൊച്ച് തിരിച്ചു വന്ന് തന്നേക്കാ. ഇവൻ അവൻ്റെ കൂട്ടുകാരെ കണ്ടിട്ട് ആ കൊച്ചിൻ്റെ അടുത്ത് പൊക്കോളാൻ പറഞ്ഞത്. കൊച്ചിന് വഴി അറിയാവുന്നതുകൊണ്ട് ഇവിടെ എത്തി. കൂടെ വന്ന് പെങ്കൊച്ചാന്ന് പോലും അവൻ ചിന്തിക്കണില്ലല്ലോ. ഏട്ടനൊന്നും അവനെ ചീത്ത പറ. കിച്ചുവാ, നിനക്കെന്നാ പറ്റിയേ? കിച്ചുവിന് പെണ്ണുങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയാ. നിങ്ങൾക്ക് മോനായിട്ട് കിച്ചു മാത്രമുള്ള മറ്റവനെന്തേ? രാമു ആ കൊച്ചിനിട്ടിട്ട് പോകുന്നത് അത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അവൻ ഇതും ചെയ്യാൻ അപ്പുറം ചെയ്യുന്നു. വരട്ടെ, ഞാൻ ചോദിക്കാം. ആരോട് എന്താ അച്ഛാ ചോദിക്കണ്ടേ? വാലു വന്നല്ലോ. തലയെന്തേ? ഇവിടെ ഉണ്ട്. നീ എന്തിനാണ് ഈ കൊച്ചിനെ അവിടെ ഇട്ടിട്ട് പോകുന്നത്? നിനക്ക് മര്യാദയില്ലേ? നീ ഒരു പെൺകൊച്ചിനെയല്ലേ കൊണ്ടുപോയത്. ഇപ്പോൾ തിരിച്ച് വീട്ടിലാക്കാനുള്ള ബോധമൊന്നുമില്ലേ നിനക്ക്? ഇവളെ കൊണ്ട് വരാത്ത ശല്യമായിട്ടുണ്ടല്ലോ. അതങ്ങനെ തന്നെ ചെന്ന് വീട്ടിൽ പറഞ്ഞോ? അത് പിന്നെ അച്ഛാ, ഞാൻ അവക്കടെ അടുത്ത് മരത്തിൻ്റെ താഴെ പോയിരിക്കാനാണ് പറഞ്ഞത്. പക്ഷേ അവൾ വേറെ എന്തോ കേട്ടതെന്ന് തോന്നുന്നത്. അതാണ് അവളെ വീട്ടിലേക്ക് വന്നത്. ഞാൻ അവക്കടുത്ത് പറഞ്ഞായിരുന്നു അവിടെ പോയിരിക്കാനാണ് പറഞ്ഞത്, അവക്കടുത്ത് പോകാനല്ല പറഞ്ഞത്. നീ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പം മോള് വേറെ എന്തോ വിചാരിച്ചതാ. നീ പൊക്കോളാനാ പറഞ്ഞു എന്നായിരിക്കും കൊച്ച് വിചാരിച്ചത്. സാരില്ല, ഇനി നീ കൂട്ടുകാരെ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കരുത്. കൊച്ചിനെ വീട്ടിൽ കൊണ്ടേ ആക്കിയിട്ട് നീ എങ്ങോട്ട് അയച്ച പൊക്കോ. സീത, മോള് പോയി ഫ്രഷ് ആയിട്ട് റൂമിലിരുന്നു. രാത്രി കഴിക്കാൻ നേരത്തെ ഇറങ്ങി വന്നാൽ മതി. എൻ്റെ ദൈവമേ, ഞാൻ അമ്മയടുത്ത് പറയണ്ടെന്ന് പറഞ്ഞത്. പിന്നെ അയാൾ എൻ്റെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നാ പറയൂ? നീ എന്നാ പറയും? കേക്കട്ടെ ഞാൻ. ശിവനെ, ഇതെപ്പോ വന്നു? പറടി, നീ എന്തിനാ വീട്ടിൽ വന്ന് പറഞ്ഞത്? എന്തിനാന്ന്? നിന്ന് പൊട്ടം കളിക്കാണ്ട് കാര്യം പറ സീത.
ഇവളിത് റെഡി ആയില്ലേ? ഞാൻ ഇന്നലെ പറഞ്ഞതായിരുന്നല്ലോ അമ്പലത്തിൽ കയറിയിട്ട് വേണം ഡാൻസ് ക്ലാസ്സിൽ പോകണമെന്ന്. ഇപ്പോൾ നട അടയ്ക്കുകയും ചെയ്യും. ഇവിടെ റെഡി കഴിഞ്ഞില്ലേ? ഇനി എണീച്ചോ? ആഹാ, എല്ലാം റെക്കോർഡ്. എടോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് കളയാൻ മുട്ടയിട്ട് അകത്ത് കയറാണ് മര്യാദ പോലും ഇല്ലേക്ക്. അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേ. ഡിലീറ്റ് ചെയ്യാൻ മനസ്സില്ല. എൻ്റെ അഹങ്കാരത്തിന് കിട്ടിയതാണ്. പിന്നെ ഒരു മനുഷ്യൻ വാതിൽ തുറന്നു വരുമ്പോൾ സ്വന്തം മുറിയിലേക്ക് ആരെ കയറി വരണമെന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് നോക്കണം. എടോ ഇയാൾക്കടുത്ത് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞ ചെയ്യണം. പിന്നെ ഒന്ന് പോടി ഒന്ന് നോക്കിയിരുന്നാൽ മതി. ഓ എൻ്റെ ദൈവമേ, ഇതിനെ ആർക്കൊക്കെ കാണിച്ചാലാ ഞാൻ? ഏത് ഗ്രൂപ്പിലേക്ക് ഇട്ടാലോ? ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്ക് ഇടണോ? അല്ലെങ്കിൽ ഓരോരുത്തരെ കൊണ്ട് കാണിച്ചാലോ? ചിലവരിന്ന് ഫ്രണ്ട്സ് ഗ്രൂപ്പ് എടുത്ത് കണ്ടില്ലെങ്കിലോ? എടോ ഇയാൾ വരണ്ടെങ്കിൽ വാ. ആ എന്താ സന്തോഷം. ഇന്നത്തേക്കുള്ളതായി എന്തായാലും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നിങ്ങളുടെ പേരൊക്കെ പതിയെ പഠിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ തുടങ്ങാൻ പോകുന്നത്, നിങ്ങൾ പഠിച്ചിരിക്കണേ ഏതൊക്കെ ഡാൻസ് ഉണ്ടോ അതൊക്കെ നിങ്ങൾ ഇവിടെ ഇപ്പോൾ കളിക്കാൻ പോകും. എനിക്കറിയണമല്ലോ നിങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചേക്കണേന്ന്. ആ ടീച്ചറെ, ഈ ഡാൻസ് ക്ലാസ്സിൽ 3ആയിട്ട് തിരിച്ചേക്കണത് സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ. അപ്പോൾ സബ് ജൂനിയറിൽ ഏറ്റവും കുഞ്ഞിപ്പിള്ളേർ, ജൂനിയർ എന്ന് പറയുമ്പോൾ ഒരു മിഡിലായിട്ട് പിള്ളേർ, സീനിയർ എന്ന് പറയുമ്പോൾ അവരുടെ മൂത്ത പിള്ളേർ, ഇങ്ങനെയായിട്ട് തിരിച്ചേക്കണത്. അപ്പം അതിൻ്റെ അനുസരിച്ച് ഡാൻസ് സ്റ്റെപ്പും ഭയങ്കര പാടായിരിക്കും. ഓക്കെ. പിന്നെ ഈ സബ് ജൂനിയർ പഠിക്കണ പിള്ളേർ ഇവരെല്ലാവരും അരങ്ങേറിയതാണോ? അരങ്ങേറാത്ത പിള്ളേർ വല്ലതും ഉണ്ടോ? സബ് ജൂനിയറിൽ ആരും അരങ്ങേറിയിട്ടില്ല. ജൂനിയറിലെയും സീനിയറിലെയും എല്ലാവരും അരങ്ങേറിയതാണ്. അവരെല്ലാവരും ഇപ്പോൾ ഭരതനാട്യം കഴിഞ്ഞിട്ട് മോഹിനിയാട്ടം പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ 4 മാസം കഴിഞ്ഞിട്ടാണ് അടുത്ത അരങ്ങേറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ടീച്ചർ പോയല്ലോ, അപ്പോൾ അരങ്ങേറ്റം ക്യാൻസലാവുക ചെയ്തത്. ഞാൻ കമ്മിറ്റിക്കാരോടൊന്ന് ചോദിക്കട്ടെ കേട്ടോ. ഞാൻ എത്ര നാളുണ്ടാവും എനിക്കറിയില്ല. ബട്ട് ഞാൻ 4 മാസത്തിനുള്ളിൽ ഉണ്ടെങ്കിൽ ഞാൻ അരങ്ങേറിക്കാൻ നോക്കാം. അതൊക്കെ നോക്കാതൊന്നും കുഴപ്പമില്ല. അതിനു മുമ്പ് ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ ഡാൻസ് കളിച്ച് കാണിച്ചാ. ദൈവമേ, 3 ഗ്രൂപ്പ് അടിപൊളിയായിട്ട് കളിച്ചു. പിന്നെ സബ് ജൂനിയറിലെ രണ്ടാമത്തെ കുട്ടിയിലെ ആ കുട്ടിയുടെ 3ാമത്തെ സ്റ്റെപ്പ് തക്കതിന് അത് ശരിയാക്കാനുണ്ട് കേട്ടോ. അത് തെറ്റിപ്പോയായിരുന്നു. അതൊന്ന് ശരിയാക്കിയാൽ മതി. ബാക്കിയെല്ലാം പക്കയായിരുന്നു. ടീച്ചറെ, സീനിയർ ഡാൻസില്ലേ, അതിൽ 2ാമത്തെ പാട്ട് എക്സ്ട്രാ കയറി വരണില്ലേ, ഫ്യൂഷൻ അല്ലേ അത്. അപ്പോൾ ആ 2ാമത്തെ സ്റ്റെപ്പ് അതിൻ്റെ കാല് ഭയങ്കര പാടാ. അത് ചില സമയത്ത് കിട്ടൂല. ടീച്ചറൊന്ന് കളിച്ച് കാണിക്കുമോ? നിങ്ങളുടെ പഴയ ടീച്ചർ എവിടെ നോക്കിയാ ഡാൻസ് പഠിപ്പിച്ചോണ്ടിരുന്നേ? ആ ടീച്ചറിനെ പണ്ട് എവിടെന്നെയോ കുറേ വീഡിയോസ് കിട്ടി ഡാൻസിൻ്റെ. അതാണ് ഞങ്ങളെ പഠിപ്പിച്ചോണ്ടിരുന്നത്. നിങ്ങൾ ചോദിച്ച ഡാൻസിൻ്റെ വീഡിയോ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഉണ്ടല്ലോ. ഒരു മിനിറ്റ്. ഇതാ ഡാൻസ്. ഞങ്ങൾ കുറേ നോക്കി ഈ വീഡിയോ ഒക്കെ, പക്ഷെ ഞങ്ങൾക്കൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇതാണോ? ഒരു മിനിറ്റ്. ഓക്കെ, ഞാൻ കളിച്ച് കാണിക്കാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധിച്ചോട്ടോ. നിങ്ങൾ പറഞ്ഞ കുറച്ച് ടഫാണ്, ബട്ട് ഞാൻ നോക്കാം.
എടുക്കണേ? എടാ അത് പഠിക്കണമെങ്കിൽ അതിൻ്റെ ഒപ്പമുള്ള ഹാൻഡ് മൂവ്മെൻറ്റ് നോക്കിയാൽ നിങ്ങൾ രണ്ട് സെയിമാ. ഈ സ്റ്റെപ്പിലെ പ്രത്യേകതയാണ് ഈ മിഡിലെത്തണ ലെഗ് മൂവ്മെൻറ്റും ഹാൻഡ് മൂവ്മെൻറ്റും സെയിമാ. ആ ലെഗ് മൂവ്മെൻറ്റാണ് നിങ്ങൾക്ക് ഭയങ്കര പാടും, ഹാൻഡ് മൂവ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഹാൻഡ് മൂവ്മെൻറ്റ് പോണ ഡയറക്ഷനിലേക്ക് നിങ്ങൾ പോയാൽ മതി, നിങ്ങൾക്കത് താനെ കിട്ടിക്കോളും. ഇയാളിത് കുറേ നേരമായല്ലോ. ഓ എൻ്റെ ദൈവമേ, ഇന്ന് ഭയങ്കര തണുപ്പ്. സീത, അതാരാ? ഗന്ധമു പൊയ്യരുക പന്നീരു ഗന്ധമു പൊയ്യരുക అందమైనయదు నందనుపై కుందరదనలిరమోదక పరిమళ గంధము పొయ్యరుగా గంధము పుయ్యరుగా పన్నీరు గంధము పుయ్యరుగా